all my dear students, teachers and parents, എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ മനസ്സോടെയുള്ള പ്രണാമം. Remember that the new year and the new month are over. പുതുവത്സരവും കഴിഞ്ഞു, പുതുവത്സരത്തിന്റെ മാസവും കഴിഞ്ഞു. We are entering into February. We are improving every day. എല്ലാ ദിവസവും നമ്മൾ വളരുന്നു. എല്ലാ ദിവസവും we are moving from അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. നമ്മളിങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവത്ഗീതയിൽ പറയുന്നു 16-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകത്തില്, നിങ്ങൾക്ക് ഇതുമാതിരിയുള്ള തിന്മകൾ ഉണ്ടാവരുത്. ഓരോ സ്റ്റുഡന്റും, ഓരോ രക്ഷകർത്താവും, ഓരോ അധ്യാപികയും അറിയണം, വി ഷുഡ് ഇംപ്രൂവ് അവർ സെൽഫ്. ഡെയിലി വി ഹാവ് ടു ഇംപ്രൂവ് അവർ സെൽഫ്. അതിന് വി ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ് ദീസ് നെഗറ്റീവ്സ്. ഈ നെഗറ്റീവുകളെ സാവധാനത്തിൽ മാറ്റണം. എത്ര കൃത്യമായിട്ടാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അത് പറഞ്ഞിരിക്കുന്നത്. ആ വരികൾ ഞാൻ വായിക്കാം. ഈ നെഗറ്റീവുകള് മാറ്റേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ്. നമ്മൾ മാറ്റിയില്ലെങ്കിൽ വേറെ ആരും അത് മാറ്റില്ല. ബിക്കോസ് വി ഹാവ് ടു പ്യൂരിഫൈ അസ്, വി ഹാവ് ടു ക്ലീൻ അവർ സെൽഫ്. നമ്മളെ നന്നാക്കേണ്ടത് നമ്മളാണ്. 4-ാമത്തെ ശ്ലോകം 16-ാമത്തെ അധ്യായത്തില്, ദമ്പം, ഗർവ്, ഓവർ പ്രൈഡ്. ദമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്തൊക്കെയോ ആണെന്നുള്ള ധാരണ, അതുണ്ടാവരുത്. ദർപ്പം, അഹങ്കാരം ഉണ്ടാവരുത്. ദമ്പം, ദർപ്പം, ക്രോധം, ദേഷ്യം, പരിധിക്കപ്പുറമുള്ള വാശി, അതൊന്നും ഉണ്ടാവരുത്. അപ്പൊ ദമ്പം ഉണ്ടാവരുത്. ദർപ്പം, ദമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, തലക്കനം ഉണ്ടാവരുത്. അതുപോലെ അഹങ്കാരം ഉണ്ടാവരുത്, വാശി ഉണ്ടാവരുത്. പാരുഷ്യമേവച്ച, പരുഷമായിട്ട് റഫായിട്ടുള്ള ബിഹേവിയർ, നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ, അതുണ്ടാവരുത്. മാത്രമല്ല അജ്ഞാനം. വി ആർ ഇഗ്നോറന്റ് അബൌട്ട് മെനി തിങ്സ്. കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് അറിഞ്ഞൂടാ എന്നുള്ളത് നമ്മൾ അറിയണം. വി ഷുഡ് നോ ദാറ്റ് വി ആർ ഇഗ്നോറന്റ്. വി ഷുഡ് നോ ദാറ്റ് വി ഷുഡ് ലേൺ. അറിവില്ല എന്നുള്ളത് നമ്മൾ അറിയണം. അത് മാത്രമല്ല, അറിയേണ്ടതെല്ലാം അറിയണമെന്നും അറിയണം. സോ റിമെമ്പർ, ദമ്പോ, ദർപ്പ, ദുരഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച. ഒരു വാക്ക് ഞാൻ വിട്ടുപോയി, ദുരഭിമാനം. ആവശ്യമില്ലാത്ത ഞാൻ എന്തൊക്കെയോ ആണെന്ന ധാരണ കൊണ്ട് നടക്കുക. ഞാൻ വലിയവനാണ്, ഞാൻ പ്രസിദ്ധനാണ്, ഞാൻ എല്ലാവരാലും അറിയപ്പെടുന്നവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വളരെ മോശമാണ്. ദമ്പോ, ദർപ്പ, ദുരഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച. പാരുഷ്യം, റഫായിട്ട് പെരുമാറുക. അജ്ഞാനം, അറിവില്ലായ്മ. അറിവില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല. പക്ഷെ അറിവില്ലാഞ്ഞിട്ടും അറിവുള്ളവനെ പോലെ നടക്കരുത്. അറിവില്ലാതിരുന്നിട്ടും ഉള്ളവനെ പോലെ നടക്കരുത്. അറിയണമെന്നറിയണം. മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ ആസുരീക സ്വഭാവമാണ്. ദീസ് ആർ ഓൾ നെഗറ്റീവ് ക്വാളിറ്റീസ് ഫ്രം ദ സ്റ്റുഡൻസ് ആൻഡ് ഓൾസോ ഫ്രം ദ ടീച്ചേഴ്സ്. ആൻഡ് ഓൾസോ ദ പാരന്റ്സ് ഷുഡ് ടീച്ച് ദി സ്റ്റുഡന്റ് അബൌട്ട് ദിസ്. നമ്മുടെ മക്കളെ നമ്മളാണ് ഈ തലക്കനം കൊണ്ട് നടക്കുക, അഹങ്കാരം കൊണ്ട് നടക്കുക, ദുരഭിമാനം കൊണ്ട് നടക്കുക, വാശിയും പകയും ദേഷ്യവും കൊണ്ട് നടക്കുക, പരുഷമായിട്ടുള്ള പ്രവർത്തനം, അതിലൂടെ മുമ്പോട്ട് പോവുക, അറിവില്ലാതെ നടക്കുക, അറിവില്ലാതിരുന്നിട്ടും അറിയാമെന്ന ധാരണയിൽ മുമ്പോട്ട് പോവുക. ഇത് ആസുരികമായ സ്വഭാവമാണ് എന്ന് നമ്മൾ അറിഞ്ഞ് നമ്മളുടെ മക്കളെ അതിൽ നിന്ന് വളരെ ക്ലീനായിട്ട് മോചിപ്പിക്കണം എന്ന് അറിയാം. സോ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ശരിക്ക് അസതോമ സദ്ഗമയ. ഫ്രം ബാഡ് ടു ഗുഡ്, ഗുഡ് ടു ബെറ്റർ, ബെറ്റർ ടു ദി ബെസ്റ്റ്. ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, ആൻഡ് ഓൾസോ ഫ്രം എ ടെൻഷൻ ഫുൾ ലൈഫ് ടു ടെൻഷൻലെസ് ലൈഫിലേക്ക് പോകാൻ ഇപ്പൊ ഞാൻ പറഞ്ഞ നെഗറ്റീവുകൾ ഉണ്ടാവരുത്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പറഞ്ഞ പോസിറ്റീവുകൾ നമ്മളുടെ മനസ്സിൽ നിറയ്ക്കാൻ സാധിക്കണം. പ്രണാമം, നമസ്കാരം.